welcome back to my YouTube channel. നമ്മൾ ഇന്ന് എവിടെ പോണത്? ലൂയിസ്ബർഗ്, the fortress of Lewisburg ലാണ് നമ്മൾ പോണത്, and we'll show you around, so stay tuned. സോ സിഡ്നിയിൽ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് 40 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ടു ഫോർട്രസ് ഓഫ് ലൂയിസ്ബർഗ്. സോ നമ്മൾ സിഡ്നിയിലെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസിലേക്കാണ് ഈ പോകുന്നത്, ലൂയിസ്ബർഗ് ദ ഫോർട്രസ്. സോ നിങ്ങൾ സിഡ്നിയെ വിസിറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഈ പഴയ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ താമസിച്ചിരുന്നതും അങ്ങനത്തെയൊക്കെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർട്രസ് എൻ്റർ ചെയ്യണ വഴിയാണ്, ചുറ്റും കടലാണ്. ഞാൻ ഫസ്റ്റ് ടൈം പോകണ കാരണം എനിക്കറിയില്ലായിരുന്നു. ഐ വാസ് വെയറിങ് ഷോർട്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഈവൻ ദോ ഇറ്റ് ഇസ് സമ്മർ. അവിടെ ഭയങ്കര കാറ്റായിരിക്കും എപ്പോഴും. സോ ഐ വുഡ് സേ യു ഷുഡ് വെയർ സംതിങ് വിച്ച് കവേഴ്സ് യു ഫ്രം കോൾഡ്. ഇത് ഞങ്ങൾ സൈഡിൽ ജസ്റ്റ് ആ ഫോർട്രസ് കാണാനായിട്ട് ജസ്റ്റ് നിർത്തിയതാണ്. ആൻഡ് ഓൺ ദ വേ നമുക്ക് ഒരു ബെറ്റർ വ്യൂ കിട്ടുന്നതായിരിക്കും ഓഫ് ദ ഫോർട്രസ്. ഇതാ കാണുന്നതാണ് നമ്മൾ പോകാൻ പോണ സ്ഥലം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോർട്രസിൻ്റെ അകത്ത് കയറി. നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാനാണ് പോണത്. ടിക്കറ്റ് എടുക്കാൻ പോണ വഴിയിലെ കാഴ്ചകളാണ്. സീസൺ വൈസാണ് ഇവിടെ ടിക്കറ്റ് വേണ്ടത്. ഇപ്പോൾ ലോ സീസൺ ആണെങ്കിൽ ഇറ്റ് ഇസ് എൻറ്റയർലി ഫ്രീ. സമ്മർ ആയത് കാരണം ഇറ്റ് ഇസ് സീസൺ. സോ ഫോർ അഡൾട്ട്സ് ഇറ്റ് ഇസ് $19 ആൻഡ് ഫോർ സീനിയേഴ്സ് $16. ആൻഡ് ഫോർ യൂത്ത് എന്ന് പറയുമ്പോൾ 6 to 17 ഇയേഴ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ടോട്ടലി ഫ്രീ. സോ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറുന്നതാണ്. ആ വഴിയാണ് ഈ കാണുന്നത്. അവർ ക്യാഷ് ഓൺലി അല്ല കേട്ടോ, ഡെബിറ്റും ക്രെഡിറ്റും എല്ലാം ആക്സെപ്റ്റ് ചെയ്യണതാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ ഫോർട്ടിലേക്ക് എൻറ്റർ ചെയ്യണതാണ്. ആ എൻറ്റർ ചെയ്യണ വഴിയാണ്, ആ പാലസിലേക്ക് എൻറ്റർ ചെയ്യണ വഴിയാണിത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ ഒരു റൂമിൽ ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായി. പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വോളിൽ നിങ്ങൾക്ക് കാണാം. ആൻഡ് പണ്ടത്തെ ആൾക്കാർ കളിച്ച ഗെയിംസും പിന്നെ അത് ടൈപ്പിംഗ് മെഷീൻ. അങ്ങനെ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ സാധനം എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്. നോക്കിയേ, ഇന്ന് ദ ഫോർട്രസ് ഇസ് എ ലിവിങ് ഹിസ്റ്റോറിക് മ്യൂസിയം. അത് 18th century ഫ്രഞ്ച് എങ്ങനെയാണെന്ന് നമുക്ക് ഷോക്കേസ് ചെയ്യും. ആൻഡ് വെൻ വിസിറ്റേഴ്സ് വിസിറ്റ് ദേ കുഡ് എക്സ്പ്ലോർ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ എറ. ഞാൻ നോക്കട്ടെ, ഇതെന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെയാണ് സോൾജേഴ്സ് കിടന്നത്. സോൾജേഴ്സൊക്കെ ഇവിടെയാണ് കിടന്നത്, കണ്ടോ? സോ മുകളില് കൊയറിൻ്റെ കുമ്പസാരിക്കുന്ന സ്ഥലം, അതിനകത്ത് പുണ്യാണ്.
ഫോർട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ പള്ളിയിലോട്ടാണ് കയറുന്നത്. ഈ പള്ളിയുടെ ഓപ്പോസിറ്റാണ് പ്രിസൺ വന്നത്. No mattress, pillows or anything. And of course there's no heat, so you're probably going to die eventually. So they will die. ഈ കാണുന്നതൊക്കെ ഈ ഫോർട്രസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത കല്ലിൻ്റെ ഭാഗങ്ങളാണ്. ആൻഡ് വേരിയസ് ലോഗ്സ് കാണാം, പഴയ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്ത മാപ്പ്, അങ്ങനെ. അപ്പോൾ ഫ്രഞ്ചുകാർ ഇവിടെ വന്നപ്പോൾ ഫിഷിങ്ങിലാണ് അവരാദ്യം സെറ്റിൽമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഫിഷിങ്ങിന് യൂസ് ചെയ്ത നെറ്റും അതേപോലത്തെ ബോട്ടും കാര്യങ്ങളും കയറൊക്കെയാണ് അവിടെ വെച്ചേക്കണത്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇത്തിരി കൂടി പണക്കാര്. എവിടെ ക്ലോക്ക്? അവിടെ പിന്നെ കയറുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആൾക്കാരെങ്ങനെയാണ് താമസിച്ചിരുന്നത്, അവരുടെ വീട് എങ്ങനെയായിരുന്നു, അവർ യൂസ് ചെയ്ത പാത്രങ്ങൾ, അടുക്കള, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ഫ്ലോറ്, അതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഇത്രയും കൂടി മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെയായിരുന്നു, പിന്നെ തേർഡ് ക്ലാസ് എങ്ങനെയായിരുന്നു, അതൊക്കെ അവിടെ ഷോക്കേസ് ചെയ്യാനുണ്ട്. ആ ഡാഡി ആദ്യം ഇങ്ങോട്ടാണല്ലേ വന്നത്. പണ്ടത്തെ അടുക്കള. ഇപ്പം നമ്മൾ കയറിയിരിക്കണത് ഫസ്റ്റ് ക്ലാസ് വീടിൻ്റെ അകത്താണ്. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാൻ. വിൻഡോയിൽ നിന്നുള്ള വ്യൂ കാണാം. Hi. You're looking for the game, aren't you? It's okay. That's fine. You won't be the first. Thank you. You won't be the first one. Won't be the last one. So it's a jump the peg. So what you have to do is take a peg, jump it into that. Yeah. പണ്ടത്തെ ആൾക്കാർ, പണ്ടത്തെ പെണ്ണുങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിനെ പറ്റി പറയാനാണെങ്കിൽ 1713 ഫ്രഞ്ചുകാർ ഇവിടെ വന്ന് ഫിഷിംഗ് സെറ്റിൽമെൻ്റാണ് അവർ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞൊരു 1720 ഒക്കെ ആയപ്പോൾ ഫ്രഞ്ചുകാർ അവരുടേതായ ഒരു ഫോർട്ടിഫൈഡ് ടൗൺ അവിടെ ബിൽഡ് ചെയ്തു. ആൻഡ് അവർക്ക് അവിടെ മിലിറ്ററി സെൻറ്റർ, അതുപോലെ കുറേ ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 1745 ആയപ്പോൾ ബ്രിട്ടീഷുകാർ അറ്റാക്ക് ചെയ്തു. ആൻഡ് ലൂയിസ്ബർഗ് അധികം മിലിറ്ററി ട്രൂപ്പിൻ്റെ ലൂയിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാർക്ക് അധികം മിലിറ്ററി ട്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ഫോൾസ് ടു ബ്രിട്ടീഷ്. ആൻഡ് 1760 ബ്രിട്ടീഷ് ഫ്രഞ്ചുകാരുടെ ഫോർട്ടിഫിക്കേഷൻസ് ഒക്കെ നശിപ്പിച്ചു. ആൻഡ്
1961 ആയപ്പോൾ കാനഡ ഗവൺമെൻറ് ഇത് നമ്മുടെ ഫോർട്രസ് ഓഫ് ലൂയിസ്ബർഗിനെ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് 1918 ദ കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ് വാസ് ഓപ്പൺ ടു പബ്ലിക്.